സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ഇടുക്കി മണ്ഡലം LDF വികസന മുന്നേറ്റ ജാഥയുടെ സമാപന വേദിയിലാണ് പ്രഖ്യാപനം. ഇടുക്കി കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് പിടികൂടി. അടിമാലിയിൽ NDAയുടെ നേതൃത്വത്തിൽ ദേവികുളം MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP സംസ്ഥാന സമിതി അംഗം S. രാജേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ഇടുക്കി മണ്ഡലം LDF വികസന മുന്നേറ്റ ജാഥയുടെ സമാപന വേദിയിലാണ് പ്രഖ്യാപനം. കേരള കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി കട്ടപ്പനയിൽ പറഞ്ഞു. അതിനകത്ത് ജനങ്ങളൊക്കെ തീരുമാനിച്ച കാര്യമല്ലേ, പിന്നെ അതിനകത്ത് പറയുന്നതിനൊരു വിഷമമൊന്നും ഇല്ലല്ലോ. അതല്ല പ്രതികാരം എന്നാ, ഇതൊക്കെ ഞങ്ങളുടെ MLA-മാരെല്ലാം അതാത് സ്ഥലത്ത് തന്നെ മത്സരിക്കും. അതിനകത്തൊന്നും വിഷയമൊന്നും ഞാൻ അതൊക്കെ പാർട്ടി തീരുമാനിച്ചോളും. ഇത് MLA-മാര് ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടെ കാണുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് വല്ല സംശയം തന്നെ ഉണ്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു നരേറ്റീവ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഇടുക്കി കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. നിലവിൽ 3 സ്ഥിര ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും വേണ്ടിയെടുത്ത ഒരു സ്ഥിരം ഡോക്ടറും ഒരു താൽക്കാലിക നിയമനത്തിലുള്ള ഡോക്ടറുമാണ് ഉള്ളത്. 300ഓളം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏറെ ജനസാന്ദ്രതയുള്ള കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും സാധാരണ ജനങ്ങളുമൊക്കെയാണ് കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്നത്. ശരാശരി 300ഓളം പേർ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. എന്നാൽ വേണ്ടത്ര ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തത് ചികിത്സ തേടിയെത്തുന്നവർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വൈകിട്ട് 4 മണി വരെ OP വിഭാഗം പ്രവർത്തിക്കുന്ന കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 3 സ്ഥിര ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും വേണമെങ്കിലും നിലവിൽ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയുള്ള ഒരു ഡോക്ടറും കരാർ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു ഡോക്ടറുമാണ് ഉള്ളത്. ചികിത്സാ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പോലും പോകുന്ന സ്ഥലമല്ല. തിങ്കക്കാട്, പെരിഞ്ഞാൻകുട്ടി, കൈലാസം എന്നീ പറഞ്ഞു. അവിടുന്ന് വന്ന് ഇവിടെ രാവിലെ 9:30 മുതൽ ചീട്ട് കൊടുക്കും. 9:30 മുതൽ ചീട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 മണി വരെ ഡോക്ടർ, 75 പേരെ വരെ നോക്കും. നമ്മളവരെ കുറ്റം പറയില്ല. 3 ഡോക്ടറാണ് വേണ്ടത്. അതിൽ 2 ഡോക്ടർ ഡ്യൂട്ടി കൊണ്ടെന്ന് പറയും. പക്ഷേ ഒരു ഡോക്ടർ ഉണ്ടാവുള്ളൂ. എന്നും ഒരു ഡോക്ടർ ഉണ്ടാവും. ഒരു ഡോക്ടർ 15/94 സ്ഥാപിച്ചതാണിത്. കിടക്കാനുള്ള എല്ലാ സൗകര്യമുള്ള കെട്ടിടങ്ങളുണ്ട്, ബെഡുകളുണ്ട്. ഒരു ഡോക്ടറാണ് മിക്കവാറും കാണുക. ഈ 2 പേര് മരുന്ന് കൊടുക്കുന്നത് 5 മണിയായാൽ തീരില്ല. ഇവിടെ ന്യായമായ രീതിയിൽ മനുഷ്യന് ചികിത്സിക്കാൻ പറ്റിയൊരു അവസരം ഉണ്ടായില്ലെങ്കിൽ BJP ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് ഞങ്ങളോട് ഉണ്ടാവും. മരുന്നെടുത്ത് നൽകുന്നതിനായി ഫാർമസിയിൽ ജീവനക്കാരുടെ കുറവും കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഔദ്യോഗിക കാര്യങ്ങൾക്കായി പലപ്പോഴും മെഡിക്കൽ ഓഫീസർ പോകേണ്ടി വരുമ്പോൾ രോഗികൾ വലിയ പ്രതിസന്ധിയിലാവും. ഡോക്ടർമാർ ഉൾപ്പെടെ നിലവിലുള്ള ജീവനക്കാരിൽ നിന്ന് മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നുണ്ടെങ്കിലും കുറവുള്ള മറ്റ് ജീവനക്കാരെ കൂടി നിയമിച്ച് ആശുപത്രിയിലെ സേവനം കൊന്നത്തടിയിലെ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് പിടികൂടി. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയ് ജോസഫിനെയാണ് ചെറുതോണിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് നടപടി. യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത പ്രതി ഇടുക്കിയിൽ പിടിയിലായി. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയ് ജോസഫിനെയാണ് തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബേക്കറി ജോലി, പാക്കിംഗ്, ഡ്രൈവിംഗ് തുടങ്ങിയ ജോലികൾ ലക്സംബർഗിൽ ലഭ്യമാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഒരു വിസയ്ക്ക് 25 ലക്ഷം രൂപയാണ് ഇയാൾ ഈടാക്കിയിരുന്നത്. അഡ്വാൻസായി 10 ലക്ഷം രൂപ നൽകണം. പിന്നീട് നടപടികൾ പൂർത്തിയാകുമ്പോൾ 13 ലക്ഷം രൂപയും വിദേശത്തേക്ക് പോകുമ്പോൾ ബാക്കി 2 ലക്ഷം രൂപയും നൽകണമെന്ന വ്യവസ്ഥയിലാണ് പലരിൽ നിന്നും പണം വാങ്ങിയത്.
പണം വാങ്ങുമ്പോൾ നോട്ടറി വക്കീൽ നൽകിയ രസീതുകളും ഇയാൾ നൽകും. 13 ലക്ഷം രൂപയുടെ ചെക്കും ഉദ്യോഗാർത്ഥികൾ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. ഇടുക്കി മണിയാറൻകുടിയിലെ 10ഓളം പേരിൽ നിന്ന് മാത്രം 87 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തതായും പോലീസ് പറഞ്ഞു. മണിയാറൻകുടിയിലെത്തിയ ഇയാൾ 2 യുവാക്കളെ കണ്ടുമുട്ടി അവർക്ക് സൗജന്യമായി വിസ വാഗ്ദാനം ചെയ്തു. ഇവരിലൂടെ മറ്റാളുകളിൽ നിന്ന് പണം വാങ്ങുകയായിരുന്നു. വീടും സ്ഥലവും പണയം വെച്ചും സ്വർണം വിറ്റുമാണ് പലരും പണം നൽകിയത്. വിസ ലഭിക്കാതായതോടെ വഞ്ചിക്കപ്പെട്ടവർ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പരസ്പരം ബന്ധപ്പെട്ടു. ഇതിന്റെ വ്യാഴാഴ്ചകൾ ചെറുതോണിയിലെ ഒരു വക്കീൽ ഓഫീസിൽ 10 പേരിൽ നിന്ന് പണം വാങ്ങാൻ എത്തുമെന്ന വിവരം ലഭിച്ചു. തുടർന്ന് പല സ്ഥലങ്ങളിലായി കാത്തുനിന്നിരുന്ന ആളുകൾ രാവിലെ 11 മണിയോടെ ഓഫീസിലെത്തിയ പ്രതിയെ വളഞ്ഞ് തടഞ്ഞുവെച്ചു. പണം തിരികെ നൽകാൻ 1 മാസം സമയം ചോദിച്ചതോടെ പ്രശ്നം രൂക്ഷമായി. ഇതിനിടയിൽ ഡൽഹിയിലുള്ള ഇയാളുടെ ഭാര്യ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് ഭർത്താവിനെ തടഞ്ഞുവെച്ചതായി അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി റോയ് ജോസഫിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റോയ് ജോസഫ് എന്ന് പറഞ്ഞ ആള് ഞങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 3.25 ലക്ഷം രൂപ മേടിച്ചു. 3.25 ലക്ഷം രൂപ 4 മാസം കൊണ്ട് ജോലിക്ക് കയറ്റി ലക്ഷംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പേപ്പർ വർക്കെല്ലാം ചെയ്ത് 4 മാസം കൊണ്ട് ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ മേടിച്ചത്. വ്യാഴാഴ്ച 10 ലക്ഷം രൂപ വീതം 10 പേരിൽ നിന്ന് വാങ്ങാനാണ് ഇയാൾ ചെറുതോണിയിലെത്തിയത്. എന്നാൽ വഞ്ചിക്കപ്പെട്ടവരുടെ സമയോചിത ഇടപെടലിലൂടെ 10 പേർ കൂടി തട്ടിപ്പിൽപ്പെടുന്നത് ഒഴിവായി. വലിയ വിസ തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയായിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഓഫീസുണ്ടെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. മൂലമറ്റം, മണിയാറൻകുടി, കട്ടപ്പന, ഉപ്പുതറ, കോട്ടയം, മലപ്പുറം, തൊടുപുഴ, തൃശൂർ മേഖലകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇയാൾ വിസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അറസ്റ്റിലായ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിറ്റി വിഷൻ, ഇടുക്കി. അടിമാലിയിൽ NDAയുടെ നേതൃത്വത്തിൽ ദേവികുളം MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP സംസ്ഥാന സമിതി അംഗം S. രാജേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങളാണ് ദേവികുളം മണ്ഡലത്തിൽ കഴിഞ്ഞു പോകുന്നതെന്ന് NDA നേതൃത്വം ആരോപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ ദേവികുളം മണ്ഡലത്തിൽ മുന്നണിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് NDAയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ദേവികുളം MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അടിമാലി അമ്പലപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങളാണ് ദേവികുളം മണ്ഡലത്തിൽ കഴിഞ്ഞു പോകുന്നതെന്ന് NDA നേതൃത്വം ആരോപിക്കുന്നു. BJP സംസ്ഥാന സമിതി അംഗം S. രാജേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എന്ന് കരുതുന്ന ആ പ്രദേശത്തെ അവിടെയും തോട്ടം തൊഴിലാളികൾക്കും മറയൂർ, കാന്തല്ലൂർ, വട്ടവട, അതുപോലെയുള്ള ബൈസൺ വാലി പ്രദേശത്തുള്ളവർക്കും എടമലക്കുടിയിലുള്ളവർക്കും മാങ്കുളത്ത് ഉള്ളവർക്കും എത്തിച്ചേരുവാൻ പറ്റുന്ന കാലാവസ്ഥയിൽ അല്പ വ്യത്യാസമുള്ള ഒരു സ്ഥലത്തെ ആ താലൂക്ക് ആശുപത്രി ഉയർത്തിപ്പിടിക്കുവാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതും കണക്കാക്കേണ്ടതല്ലേ, കാണേണ്ടതല്ലേ? എന്തായിരുന്നു അപ്പോൾ ആശുപത്രി മേഖലകളിൽ ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഒട്ടും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, ചികിത്സാ ധനസഹായം മുഖ്യമന്ത്രിയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും എന്തുമാത്രം തുകയാണ് ബഹുജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളത്, പൊതുജനങ്ങൾ എന്താണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു തുക പറയുവാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട രാജയ്ക്ക് പറയാൻ കഴിഞ്ഞാൽ നല്ലതാണ്. BJP സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. NDA മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. പാചകവാതക വില വർധനവിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 4-ന് മണ്ഡലത്തിന് കീഴിൽ വരുന്ന 29 വില്ലേജ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് തിലോത്തമ സോമൻ, വൈസ് പ്രസിഡന്റ് ജിഷ ദിലീപ് എന്നിവർ അറിയിച്ചു. ഇസ്രായേൽ-ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന് അന്യായമായ വില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും നടക്കുന്നുവെന്നും ഗ്യാസ് റീഫിൽ ചെയ്യാനുള്ള അവധി 45 ദിവസവും ഹോട്ടലുകൾക്ക് 35 ദിവസവുമാക്കിയതിലും പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാചകവാതക വിലവർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അടുക്കള ഭരണം നടത്തുന്ന വീട്ടമ്മമാരെയാണെന്നും അതിനാലാണ് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കാലങ്ങളായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒട്ടേറെ സമരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാചകവാതകത്തിൻ്റെ വില 60 രൂപ ഒറ്റയടിക്ക് തൊട്ടടുത്ത ദിവസമാണ് കൂട്ടിയിട്ടുള്ളത്. നമുക്ക് 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ചറിയാം. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലേക്ക് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് കാലതാമസമുണ്ട് എന്നും അറിയാം. എങ്കിൽ പോലും ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്
ഇങ്ങനെ ഒരു സംഭവം അറിയുന്നതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിലവർദ്ധനവ് നടപ്പിലാക്കിയത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീജനങ്ങളെയാണ്, അടുക്കളയിലാണ്. പക്ഷേ അവർക്ക് ആവശ്യത്തിന് ഉള്ള ഉൽപ്പന്നങ്ങൾ തീരുന്നതുവരെ വിതരണം ചെയ്യാതെ അത് പൂഴ്ത്തിവെച്ചും കരിഞ്ചന്തക്കാർക്ക് അവരുടെ യഥേഷ്ടത്തിന് കൊടുക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് നമുക്ക് കുടുംബങ്ങളിലേക്കുള്ള ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ എല്ലാം വിതരണം 45 ദിവസത്തിലൊരിക്കലും, അതുപോലെ ഹോട്ടലുകളും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമെല്ലാം 35 ദിവസത്തിലൊരിക്കലുമായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന്. പക്ഷേ അത്തരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ ഉൽപ്പന്നത്തിന് ഈ സമയത്ത് വില വർദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് എൻ്റെ ഒത്താശയോടുകൂടി ഇത്തരത്തിലൊരു വില വർധനവ് സ്വകാര്യ വ്യക്തികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിനെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. മൂന്നാർ എന്നും സൗന്ദര്യമൊളിപ്പിക്കുന്ന അത്ഭുത ഭൂമിയാണ്. വസന്തകാലത്തും മൺസൂൺ കാലത്തുമെല്ലാം സഞ്ചാരികളുടെ നയനങ്ങൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന മൂന്നാറിന് പൂവിട്ട് നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ നൽകുന്ന മനോഹാരിത വാക്കുകൾക്കതീതം. പരന്നുകിടക്കുന്ന തേയിലച്ചെടികൾക്കിടയിൽ വയലറ്റ് നിറം കൊണ്ട് അഴക് വിരിയിക്കുന്ന ജക്രാന്ത മരങ്ങൾ പള്ളിവാസലിലും വാഗ്വരയിലും വയലറ്റ് വസന്തം തീർക്കുകയാണ്. മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിൽ വയലറ്റ് കാന്തി വിരിക്കുന്ന ജക്രാന്ത മരങ്ങൾ വസന്തകാലത്ത് മൂന്നാറിന് വർണ്ണനാതീതമായ സൗന്ദര്യം നൽകുന്നുണ്ട്. വളർന്നു പന്തലിച്ച ജക്രാന്ത മരങ്ങളിൽ വിരിയുന്ന പുഷ്പങ്ങൾ മൂന്നാറിന്റെ മലനിരകൾക്ക് ഏഴഴക് നൽകുന്നതാണ്. നനുത്ത മഞ്ഞിന്റെ കുളിരും പരന്നു കിടക്കുന്ന തേയിലച്ചെടികളുടെ വശ്യഭംഗിയും മാത്രമല്ല, ജക്രാന്ത പുഷ്പങ്ങൾ വിരിയിക്കുന്ന വസന്തകാലവും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് പിന്നെയും പിന്നെയും കാണുവാൻ ബാക്കി വയ്ക്കുന്ന മനോഹര കാഴ്ചയാണ്. We have come from Bangalore. We wanted to see this plant since 1 year, and I knew that it blooms in March and April. So now we are here in Munnar to visit these beautiful jacrandas. They are truly very beautiful, and you can see a lot of trees here. So definitely you should visit Munnar during March and April to see these plants. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ കൊളോണിയൽ ഭരണകാലത്ത് യൂറോപ്യന്മാരാണ് പാതയോരങ്ങളിലും ബംഗ്ലാവുകളുടെ പരിസരത്തും ജക്രാന്ത മരങ്ങൾ വച്ചുപിടിപ്പിച്ചത്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ വരണ്ടുണങ്ങുന്ന പ്രകൃതിക്ക് വസന്തത്തിന്റെ നനവ് നൽകിയാണ് ജക്രാന്ത മരങ്ങൾ പൂവിടാറ്. അതേസമയം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പള്ളിവാസൽ ഭാഗത്തെ ജക്രാന്ത മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് ജക്രാന്ത മരങ്ങൾ സംരക്ഷിച്ച് റോഡ് നവീകരണം നടത്തണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിൻ്റെ സമീപത്തിൽ ഈ ജക്രാന്ത മരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കാനും നല്ലവരായ നാട്ടുകാരോട് ഒപ്പം പഞ്ചായത്ത് ഭരണസമിതിയും കൂടി NH അതോറിറ്റിക്കും നമ്മുടെ പ്രിയപ്പെട്ട MP-ക്കും ഞങ്ങൾ നിവേദനം കൊടുത്തുകൊണ്ട് തന്നെ ഈ മരത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ലാറ്റിൻ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും ഉഷ്ണമേഖല ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ബിഗ്നോണിയേസി കുടുംബത്തിലെ 49 ഇനം പൂച്ചെടികളുടെ ഒരു ജനുസിൽപ്പെട്ടതാണ് ജക്രാന്ത. അമേരിക്കക്കാരിയായ ജക്രാന്തയ്ക്ക് നീലവാകയെന്നും വിളിപ്പേരുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി അപ്സര കുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടുംവളവിൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. കയറ്റം കുറച്ച് വീതി കൂട്ടി കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കുകയാണ് ലക്ഷ്യം. നിർമ്മാണ ജോലികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ഈ വളവിലെ അപകട സാധ്യത നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യത ഏറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്താണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഈ ഭാഗത്തെ നിർമ്മാണ ജോലികൾക്കായി തുക വകയിരുത്തിയിരുന്നു. കയറ്റം കുറച്ച് വീതി കൂട്ടി കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കുകയാണ് ഇപ്പോഴത്തെ നിർമ്മാണ ജോലികളുടെ ലക്ഷ്യം. അടിമാലി തലമാലി റോഡ് എന്ന വർക്ക് ഒരു മാസത്തേക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ വഴി ഒത്തിരി അപകടങ്ങളുണ്ടായി. ഒരാൾ കഴിഞ്ഞ ദിവസം മരിക്കുക കൂടി ചെയ്തായിരുന്നു. നമ്മളിത് വീതി കൂട്ടി കയറ്റം കുറച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിർമ്മാണ ജോലികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. 1 മാസക്കാലം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഈ പാതയുടെ പല ഭാഗത്തും നാളുകൾക്ക് മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഈ കൊടും വളവിലെ അപകട സാധ്യത കൂടി കുറച്ചാൽ ഈ റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ സുഗമമാകും. സിറ്റി വിഷൻ, അടിമാലി. ലോക ഗ്ലോക്കോമ വാരാചരണം ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് നടന്നു. വാരാചരണത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നടന്നു.
ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS യശോധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ കണ്ണട വിതരണം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ നിർവഹിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, റോട്ടറി ഈസ്റ്റ് ഹിൽസ് പ്രസിഡന്റ് സോജൻ കുര്യാക്കോസ്, ഷൈജ സണ്ണി, ഷൈലാഭായ്, വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ മീര മാത്യു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സൗജന്യ നേത്രപരിശോധന ക്യാമ്പിൽ 70ഓളം രോഗികൾ പങ്കെടുത്തു. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ സജ്ജീകരണങ്ങൾ ചെയ്യും. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. യാക്കോബായ സുറിയാനി സഭ രാജകുമാരി മേഖല 18ാമത് സുവിശേഷ മഹായോഗത്തിനും സംഗീത വിരുന്നിനും തുടക്കമായി. 4 ദിവസങ്ങളിലായി രാജകുമാരി ഗലീലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിനാണ് തിരിതെളിഞ്ഞത്. ഹൈറേഞ്ച് മേഖല മെത്രോപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്തു. യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഭദ്രാസനത്തിലെ ഹൈറേഞ്ച് മേഖലയിൽ രാജകുമാരി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന 8 പള്ളികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രാജകുമാരി മേഖല 18ാമത് സുവിശേഷ മഹായോഗവും ഹെവൻലി വോയ്സിന്റെ സംഗീത വിരുന്നിനും തുടക്കം കുറിച്ചു. ഹൈറേഞ്ച് മേഖല മെത്രോപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് തിരിതെളിച്ചതോടെയാണ് സുവിശേഷ മഹായോഗത്തിന് തുടക്കമായത്. ലോകം യുദ്ധഭീതിയിലാണ് എന്നും യുദ്ധം അവസാനിക്കാനും ലോകത്ത് സമാധാനം നിലനിൽക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ്, സാഹചര്യമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. പ്രകൃതി നമുക്കെതിരായിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ളതായ യുദ്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരും തമ്മിലുള്ളതായ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റ് രാജ്യങ്ങളും ഇറാനും അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് യുദ്ധങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 15-ാം തീയതി സുവിശേഷ മഹായോഗത്തിന് സമാപനം കുറിക്കും. പ്രഗത്ഭരായ വൈദികർ ഈ ദിവസങ്ങളിൽ വചനപ്രഘോഷണം നടത്തും. സുവിശേഷ മഹായോഗത്തിന് മുന്നോടിയായി ഹൈറേഞ്ച് മേഖല മെത്രോപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ ആദരിച്ചു.
സുവിശേഷ മഹായോഗത്തിനോടനുബന്ധിച്ച് 1000-ഓളം ഭക്തജനങ്ങൾക്കുള്ള ഇരിപ്പിടവും വാഹന പാർക്കിങ്ങും എല്ലാ ദിവസവും ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. ജനറൽ കൺവീനർ ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കൊറ്റിക്കൽ, കൺവീനർ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, സമീപ പള്ളികളിലെ വൈദികർ, സെക്രട്ടറി പി എ ബിനോയ് പടയാട്ടിൽ, ട്രഷറർ ജോർജ് സി പി ചവറ്റൂഴി, ബിജു ഐസക് അമ്പഴച്ചാലിൽ തുടങ്ങിയവർ സുവിശേഷ മഹായോഗത്തിന് നേതൃത്വം നൽകും. സിറ്റി വിഷൻ രാജകുമാരി. പ്ലാറ്റിനം ജൂബിലി നിറവിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ 75ാമത് വാർഷികാഘോഷ പരിപാടികളുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തിയും വിദ്യാഭ്യാസേതര രംഗത്ത് സ്വകാര്യ സ്കൂളുകൾക്കൊപ്പം നിലവാരം പുലർത്തിയും തോട്ടം മേഖലയുടെ വിദ്യാഭ്യാസ രംഗത്ത് തിലകക്കുറിയായി മാറിയ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ്. തോട്ടം മേഖലയ്ക്ക് നിരവധിയായ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ പ്രാഥമികത്വം വഹിച്ച തങ്ങളുടെ സ്കൂളിന്റെ 75ാമത് വാർഷികം നാടറിഞ്ഞ ഉത്സവമാക്കി മാറ്റുവാൻ ഒരുങ്ങുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും സ്കൂൾ വിദ്യാർത്ഥികളും. ഇതിനായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. PTA പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. 1982 ആരംഭിക്കപ്പെട്ട ഈ സ്കൂളിനെ സംബന്ധിച്ച് നാളെ വരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാം വളരെ വിശദമായി സ്കൂൾ എങ്ങനെയാണ് ഇന്നത്തെ സ്കൂളായി മാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടിലൂടെ ഇവിടെ സമക്ഷം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായും നമുക്കെല്ലാം അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, നമ്മളെല്ലാം വണ്ടിപ്പെരിയാർ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നത്. യോഗത്തിന് പ്രധാനാധ്യാപകൻ ST രാജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T സുഭാഷ്, താലൂക്ക് സപ്ലൈ ഓഫീസർ M ഗണേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വനിതാ മുരുകൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തുകുമാർ, പ്രവീൺ, അശ്വതി, മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും നടത്തി. ഇടുക്കി രൂപത പ്രൊക്യുറേറ്റർ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ടായി ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവുമാണ് നടത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മിറാക്കി 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടികൾ ഇടുക്കി രൂപത പ്രൊക്യുറേറ്ററും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് തുമ്പനിരപ്പേൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ജയ തോമസ് ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ റെജി ഇലിപ്പുലിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളയാങ്കുടി SJLP സ്കൂൾ ഹെഡ്മാസ്റ്റർ സൈജിമോൻ ജോസഫ് സ്കൂൾ പത്രമായ സരക് പ്രകാശനം ചെയ്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് സുനിൽകുമാർ, മിനി പ്രതീഷ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ വർഗീസ് ചരകുന്നേൽ, സ്നേഹഗിരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജോർജ് കൊച്ചുപുരയ്ക്കൽ, സുരേഷ് C കല്ലട, KC പങ്ക്രേഷ്യസ്, ലാലി ജോർജ്, ഷീല മാത്യു, സിസ്റ്റർ റോസിൻ ജോസ്, സിസ്റ്റർ കൃപ, സോജി ചാക്കോ, സന്ധ്യ ലാലു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സിറ്റി വിഷൻ ഇടുക്കി. ദേശീയ ലാബ് ടെക്നീഷ്യൻ ദിനത്തോടനുബന്ധിച്ച് അടിമാലി സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ബ്ലഡ് ഷുഗർ പരിശോധനയും ബ്ലഡ് പ്രഷർ പരിശോധനയും അടിമാലി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ആൽവിൻ K ജോസഫിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ജോവിസ് വെളിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സവിത KK ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലാബ് ടെക്നീഷ്യൻ ഡിപ്പാർട്ട്മെന്റ് HOD ജിൻസി CK, ടീച്ചേഴ്സായ മോഹൻ, അനു, സ്നേഹ, ബിൻസി തുടങ്ങിയവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,780 രൂപ, പവന് 1,18,240 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ഇടുക്കി മണ്ഡലം LDF വികസന മുന്നേറ്റ ജാഥയുടെ സമാപന വേദിയിലാണ് പ്രഖ്യാപനം.
ഇടുക്കി കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് പിടികൂടി. അടിമാലിയിൽ NDAയുടെ നേതൃത്വത്തിൽ ദേവികുളം MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP സംസ്ഥാന സമിതി അംഗം S. രാജേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.